ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു കുറേ നാളുകൾക്ക് മുന്നേ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. അന്ന് എൻ്റെ സ്കിൻ ടോൺ നന്നായിട്ട് ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു. ഞാൻ ഈ ഒരു കോളത്തിലായിരുന്നു ഇരുന്നിരുന്നത്. ഈ ഒരു കോളത്തിൽ നിന്നും ഞാൻ ഈ ഒരു കോളത്തിലേക്ക് ആകാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു സ്കിൻ കെയർ ആണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്കിൻ കെയർ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ് കേട്ടോ. ഇത് ഫേഷ്യലൊന്നുമല്ല, പക്ഷേ ഫേഷ്യലിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 3 സ്റ്റെപ്സ് ഉണ്ട്. ഇത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. ഞാൻ ഇതിന് മുന്നേ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിക്കോളൂ. ഇത് പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മസാജിങ് ആണ് കേട്ടോ. അപ്പോൾ മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കോഫി പൗഡറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. 1 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു കോഫി പൗഡറും തൈരും നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കുന്നെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്കിൻ കെയറിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. വീട്ടമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി സ്കിൻ കെയർ ആണ്. 100% നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരും അതേപോലെ തന്നെ കോഫി പൗഡറും എടുത്തതിന് ബാക്കി ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ പാക്കായിട്ട് ഇടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന മഞ്ഞളാണ്, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല. അപ്പോൾ ഇതിൽ നിന്നൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു കോഫി പൗഡറിലേക്കും അതേപോലെ തന്നെ തൈരിലേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പാക്കാണെങ്കിലും നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ തന്നെ നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയും കോഫി പൗഡറും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ തന്നെ സ്കിന്ന് ഒരുപാട് ടാൻ മാറാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് നമ്മൾ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും വരുന്ന ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തൈരാണ്. ഇനി ഞാൻ തൈര് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. തൈര് നമ്മൾ ഫേസിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ്സ് വയ്ക്കുക. 5 മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു തൈര് ഒരു ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മുടെ തൈര് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു 3 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. നമുക്കിത് ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഡവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പം ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ കെയർ ആണ്. ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ 100% നമുക്ക് റിസൾട്ട് കിട്ടും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.